ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ സൈറ്റിലെ പില്ലർ കുഴിയെല്ലാം എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മളിന്ന് PCC കോൺക്രീറ്റ് ചെയ്ത് മാറ്റ് വെച്ച് കോളം നിർത്തി കോൺക്രീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ വർക്ക് ഇവിടെ ഒരു ദിവസം പോലും പെൻഡിങ് വെക്കുന്നില്ല, കാരണം എല്ലാം വളരെ സ്പീഡിനാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ PCC ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൻ്റെ മുകളിൽ മാറ്റ് വയ്ക്കുമ്പോൾ PCC ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ മാറ്റ് നമ്മൾ തറയിൽ മണ്ണിലായിരിക്കും വെക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ വയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ മാറ്റ് വെച്ചിട്ട് ശകലം കോൺക്രീറ്റ് ഇട്ട് പൊക്കി കൊടുക്കണം. അങ്ങനെ ചെയ്താലും ആ ഇടുന്ന കോൺക്രീറ്റ് പോകുന്നത് നേരെ മണലാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2 ഇഞ്ച് കണക്കിന് PCC ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ മാറ്റ് എല്ലാം സെറ്റ് ചെയ്ത് കോളം നിർത്തി കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് 5-6 അര പാക്കറ്റ്, 5 കൂട്ടം മണ്ണ്, 6 കൂട്ടം മെറ്റൽ, അര പാക്കറ്റ് സിമൻറ്റ്, ആ ഒരു കണക്കിലാണ് നമ്മളിവിടെ കോൺക്രീറ്റ് ചെയ്തത്. കാരണം PCC ആയതുകൊണ്ട് നമുക്ക് ആ ഒരു കണക്കും മതി. നമുക്ക് ഒരു പാക്കറ്റ് സിമൻറ്റ് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒരു 2 ഇഞ്ച് കനത്തിൽ മൊത്തത്തിൽ കവറാക്കി, അതായത് എല്ലാ കോളവും നമ്മൾ കുഴിക്കകത്തും ഇതുപോലെ 2 ഇഞ്ച് കോൺക്രീറ്റ് ചെയ്ത് ഒരു ലെവലായിരിക്കണം. കാരണം നമുക്ക് ഇതിൽ കോൺക്രീറ്റ് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് ഈ പില്ലർ, നമ്മളെ വീടിൻ്റെ പില്ലർ തൂണ് വരുന്നത് എവിടെയൊക്കെയാണ് അവിടെയൊക്കെ നമ്മൾ മാർക്ക് ചെയ്യണം. കാരണം കറക്റ്റ് നൂല് പിടിച്ച് ലെവൽ നോക്കി മാർക്ക് ചെയ്ത്, അതായത് ചാന്തിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഈ പില്ലർ നിർത്തേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലിന്ത് ബീം, ഈ പില്ലറിൻ്റെ കോളം എല്ലാം തീർന്നതിന് ശേഷം ആകപ്പെടെ പണിയാവും. അപ്പോൾ ഇവിടെ മാറ്റ് കെട്ടാനുള്ള കമ്പി കെട്ടിൻ്റെ പണിയും നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഒരാൾ അതിൻ്റെ മാറ്റെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി കമ്പിയൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നാളെ അടുത്ത ദിവസമാണ് നമ്മൾ ഇതിൻ്റെ മേളിൽ മാറ്റ് വെച്ച് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാ 3 വീഡിയോയും കൂടി ഒരുമിച്ച് ഒറ്റ വീഡിയോ ആക്കി ഇടുന്നതാണ്. അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത്. കാരണം മറ്റേത് സെപ്പറേറ്റ് ഇടേണ്ട എന്ന് കരുതിയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇത് കംപ്ലീറ്റ് ഞങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെ ബീം, മേളത്തെ പില്ലർ എവിടെയെല്ലാം വരണം, ബീം എങ്ങനെയൊക്കെ വരണം എന്നതിൻ്റെ ആ കറക്റ്റ് കണപ്പിന് നൂലനുസരിച്ച് നമ്മൾ പില്ലർ ഏതെല്ലാം ഭാഗത്ത് വരണം അവിടെയെല്ലാം നമ്മൾ ചാന്ത് വെച്ച് വരച്ചിടണം. അപ്പോൾ നമ്മളിതിൻ്റെ പില്ലർ വരുന്നത് 40-20 അതായത് 40 നീളം, 20 വീതി. അപ്പോൾ അതിന് ബീമിനുള്ള കമ്പി ഇവിടെ കെട്ടുന്നുണ്ട്. പിന്നെ മാറ്റ്, ഇതിപ്പോൾ നമ്മൾ മാറ്റ് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ മാറ്റ് കെട്ടിയിരിക്കുന്നത് നമ്മൾ 10 സെൻറ്റിമീറ്റർ അകലത്തിലാണ് മാറ്റ് കെട്ടിയിരിക്കുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം. അടിയിൽ ഇട്ടിരിക്കുന്ന ലെയർ 10ൻ്റെ കമ്പിയും ടോപ്പിലിട്ടിരിക്കുന്ന കമ്പി 8 mm. അപ്പോൾ 8 mm 10ൻ്റെയും കമ്പി ഇട്ട് ഏകദേശം നമ്മൾ 4 ഇഞ്ച് അകലത്തിലാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 5 ഇഞ്ച് അകലത്തിൽ കെട്ടുന്നവരുണ്ട്, പക്ഷെ ഞങ്ങൾ കെട്ടുന്നത് എപ്പോഴും 4 ഇഞ്ച് അകലത്തിലായിരിക്കും കെട്ടുന്നത്. അതാണ് കുറച്ചും കൂടി ബെറ്റർ, അതാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നത്. പിന്നെ നോക്കണം, നമ്മളെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളെ വീടിൻ്റെ ഒരു സ്ട്രോങ് എന്ന് പറയുന്നത് നമ്മളെ ബേസ്മെൻറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലെവലിൽ ഇവിടെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കോളം നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ നൂല്, നമ്മളെ ചുമര് എങ്ങനെയാണോ നമ്മളെ ഭിത്തിയുടെ കെട്ട് വരുന്ന ആ അനുസരിച്ചാണ് നമ്മളിവിടെ കോളം നിർത്തുന്നത്. കോളം നിർത്തിയതിന് ശേഷം നമ്മളവിടെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺക്രീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരടി മട്ടത്തിനാണ് നമ്മൾ ആദ്യം കോൺക്രീറ്റ് ചെയ്യുന്നത്. കാരണം ഒരടി മട്ടം ചെയ്യണം എന്നില്ല, ഒരു 9 ഇഞ്ചായാലും മതി. പക്ഷെ ഞങ്ങൾ ബേസ്മെൻറ്റ് നല്ല സ്ട്രോങ് ആകാൻ വേണ്ടിയാണ് ഇതുപോലെ ഒരടി കനത്തിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് കൂമ്പാരം പോലെ കൂട്ടി വയ്ക്കും. കാരണം അത്രയും കൂട്ടി വയ്ക്കുമ്പോൾ അത്രത്തോളം സ്ട്രെങ്ത് കൂടും. പിന്നെ വൈബ്രേറ്റ് അടിച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. പക്ഷേ ഇവിടെ വൈബ്രേറ്റിൽ അടിക്കുന്നത്, ഇവിടെ ഞങ്ങൾ നല്ല രീതിയിൽ കമ്പി നല്ല കുത്തി കവർ ചെയ്താണ് ഞങ്ങളുടെ കോൺക്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് നല്ല രീതിയിൽ കമ്പി കുത്തിയാൽ മതി. കുത്തുമ്പോൾ ഏകദേശം നല്ല സ്ട്രോങ് ആവും. അപ്പോൾ നമ്മൾ ഇത് നല്ല ലൂസ് കോൺക്രീറ്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ തട്ടിനിടുന്ന അതേ മെത്തേഡാണ്. 4 കൂട്ടം മണൽ, 5 കൂട്ടം മെറ്റൽ, പിന്നെ ഒരു പാക്കറ്റ് സിമൻറ്റ്. നമ്മൾ നല്ല സിമൻറ്റ്, ഇതിൽ സിമൻറ്റ് കുറയ്ക്കാൻ പാടില്ല, കറക്റ്റ് സിമൻറ്റ് ആയിരിക്കണം. പിന്നെ മെറ്റൽ കുറവെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മെറ്റൽ കൂട്ടാം. കാരണം ഇതിപ്പം നമ്മൾ 4 കൂട്ടം മണ്ണെന്ന് പറയുന്നത് കുട്ടം ലെവലാണ്. അതായത് കൂമ്പാരം പോലെ കൂട്ടാതെ മട്ടത്തിനെടുത്തിട്ട് മെറ്റൽ കുട്ട ഫുള്ളും കോരും. അങ്ങനെയാണ് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും ടോപ്പിൽ, അതായത് കോളം പെട്ടി നിർത്താൻ നേരത്ത് നമ്മളതിൻ്റെ 4 സൈഡും കവർ ചെയ്ത് നല്ല ഒരേ ലെവലായിരിക്കണം.
അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടി വയ്ക്കാൻ നേരത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവിടെ ഞങ്ങൾ പലകയിലല്ല അടിക്കുന്നത്, പെട്ടിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം അത് നല്ലൊരു എളുപ്പത്തിന് വേണ്ടിയാണ് കറക്റ്റ് ലെവലിന് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും കോൺക്രീറ്റ് ചെയ്തിട്ട് നടുക്ക് ഒന്ന് പൊക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമുക്ക് ഒരു കുഴിക്കകത്ത് ഏകദേശം 1.25 പാക്കറ്റ് കോൺക്രീറ്റ് ആയി. ചില കുഴി 1-2 കുഴി ചേർത്തുണ്ട്, അപ്പോൾ അതിനൊക്കെ 1.5 പാക്കറ്റേ ആവത്തുള്ളൂ. ഇതിന് 1.25 പാക്കറ്റ് അടുപ്പിച്ചായി, അതായത് രണ്ട് കൂട്ടിനെ അടുപ്പിച്ച് ആയി. അപ്പോൾ ഇവിടെ 2 കോളമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതും അതേ മെത്തേഡ് തന്നെയാണ്. നമ്മൾ നല്ല രീതിയിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. കാരണം ബേസ്മെൻറ്റ് നല്ല സ്ട്രോങ് ആയിരിക്കണം. കാരണം ഇതിൻ്റെ മുകളിലാണ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ അടുത്തൊരു നിലയുണ്ട്. അതിൻ്റെ ടോപ്പിൽ വീണ്ടും 3ാമത്തെ നില ഒരു റൂം ഇറക്കാനുള്ള ചാൻസ് ഉണ്ട്. ഭാവിയിൽ അവർക്ക് റൂം ഇറക്കണമെങ്കിൽ പോലും ആ ഒരു സമയത്ത് ടെൻഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കോൺക്രീറ്റ് കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പില്ലർ നിർത്തിയിരിക്കുന്ന കോളം കമ്പിയെല്ലാം കറക്റ്റ് തൂക്കായിരിക്കണം. കാരണം നമുക്ക് പെട്ടി വയ്ക്കാൻ നേരത്ത് കറക്റ്റ് കവറിങ് ആയിരിക്കണം. അതിനുവേണ്ടി 2 സൈഡും കണപ്പിന് നൂല് കെട്ടി ആ നൂലിൽ നിന്നും നമുക്ക് കവറിങ്, അതായത് ബോക്സ് പെട്ടി വയ്ക്കുമ്പോൾ കറക്റ്റ് കവറിങ് കെട്ടണം. അപ്പോൾ കവറിങ് കിട്ടാൻ കണക്കാക്കി സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തൂക്കിന് മറുവോ ചരിവോ വല്ലതുണ്ടെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് തൂക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടി വയ്ക്കാൻ നേരത്തും എളുപ്പമായിരിക്കും. നമ്മൾ ഈ പെട്ടി പൊളിക്കാൻ നേരത്ത് കോളം ചരിഞ്ഞോ ചുറ്റിയോ നിൽക്കില്ല. കറക്റ്റ് കമ്പിയെല്ലാം കറക്റ്റ് ലെവലായിരിക്കും. നമുക്കതിൻ്റെ മേളിൽ ബീമെല്ലാം സെറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്യുന്നത്. ഇത് ഞങ്ങളെന്നല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ മൊത്തം ഇവിടെ 12 കോളമുണ്ട്. അപ്പോൾ ഏകദേശം ഒരു കോളത്തിന് നമ്മൾ മാക്സിമം കൂട്ടിയിരിക്കുന്നത് 1.5 പാക്കറ്റ് സിമൻ്റാണ് കൂട്ടിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് ചില കോളങ്ങളിൽ 2 പാക്കറ്റായി. കാരണം കുഴി ഇത്തിരി നല്ല വീതിയൊക്കെ ഉള്ളതുകൊണ്ട്, ഇത്തിരി വലിയ 1 മീറ്റർ കുഴി എന്ന് പറയുന്നത് ഉള്ളു കുറച്ച് കയറിപ്പോയതുകൊണ്ട് നമുക്ക് അവിടെ ഏകദേശം 2 കൂട്ടോളമായി. അപ്പം ഇത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം ഈ നമ്മളെ വീടിൻ്റെ ബേസ്മെൻറ്റ് എങ്ങനെ വേണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മൾ അവിടുത്തെ ആ വീട് വയ്ക്കുന്ന അവിടുത്തെ മണ്ണിൻ്റെ അനുസരിച്ചാണ്. കാരണം നല്ല ഉറപ്പുള്ള മണ്ണാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമുക്ക് പില്ലറിൻ്റെ ആവശ്യമില്ല, കരിങ്കല്ല് കെട്ട് മതി. ഇല്ല, നല്ല ഇളക്കമുള്ള മണ്ണാണെങ്കിൽ അതിനനുസരിച്ചുള്ള ബേസ്മെൻറ്റ് നമ്മൾ ചെയ്തിരിക്കണം. അല്ലാതെ നമ്മൾ എങ്ങനെയെങ്കിലും ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ ഇവിടുത്തെ ഇതെല്ലാം ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് നമ്മൾ സപ്പോർട്ടെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം കോളത്തിന് ചെറിയ ചരിവ് എല്ലാം നമ്മൾ നൂത്ത് എല്ലാം കറക്റ്റ് ലെവൽ ചെയ്താണ് ഇപ്പോൾ എല്ലാ കോളവും കോൺക്രീറ്റ് ഇട്ട് തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ദിവസം വന്നിട്ട് ഇതിൽ പെട്ടി വയ്ക്കണം. അപ്പോൾ പെട്ടി വെച്ച് അത് കംപ്ലീറ്റും കറക്റ്റ് കോൺക്രീറ്റ് ചെയ്ത് തൂക്കി എല്ലാം ലെവൽ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ പില്ലറിൻ്റെ പണി തീർന്നു. പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ബേസ്മെൻറ്റാണ്. അതായത് ഇതിൻ്റെ മേളിൽ ബീം. അപ്പോൾ ബീം കഴിഞ്ഞാൽ